കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തും ജിയോ ഹസാറോം സാൽ സാൽ കി ദിൻ ഹോം 50,000 എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ആക്ടിവിറ്റികളും പഠിക്കാം. ആദ്യം വരുന്ന ചോദ്യം, मदर टेरेसा, अमीर खुसरो या गांधी जी, ये लोग आज जिंदा नहीं हैं, पर इन्हें सब आज भी याद रखते हैं. क्यों? മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി ഇവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, എന്നിട്ടും എല്ലാവരും ഇവരെ ഇന്നും ഓർക്കുന്നു. എന്തുകൊണ്ട്? ഉത്തരം, इन लोगों ने दुनिया के लिए महान काम किए. उनकी अच्छाई और सेवा के कारण लोगों को वे हमेशा याद रहते हैं. ഈ ലോകത്തിനു വേണ്ടി മഹത്തായ കാര്യങ്ങൾ, അതായത് നന്മ, സേവനം, ത്യാഗം ചെയ്തതുകൊണ്ട് അവരുടെ നല്ല പ്രവൃത്തികളാൽ അവർ എന്നും ഓർമ്മിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കാം. नाना कोई और शेर की बात बताओ ना, यहाँ निम्मी का कौन सा मनोभाव प्रकट होता है? നാന, മറ്റു ചില ഷേറുകൾ കൂടി പറഞ്ഞു തരൂ. ഇവിടെ നിമ്മിയുടെ ഏതു മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം, യഹാ നിമ്മി ക ഉത്സാഹ് അല്ലെങ്കിൽ ജിജ്ഞാസ और കഹാനി അല്ലെങ്കിൽ ഷേർ സുന്നയ്ക്ക് അധിക് ഇച്ഛ പ്രകട് ഹോത്തി ഹെ. നാനുവിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയും ജിജ്ഞാസയും കഥ അല്ലെങ്കിൽ കവിത കേൾക്കാനുള്ള താൽപ്പര്യവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി ആക്ടിവിറ്റികൾ നോക്കാം. കഹാനി കെ ആധാർ പർ താലികാമേം സഹി യാ ഗലത് ലിഖേം. കഥയുടെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ ശരിയാണോ തെറ്റാണോ എന്നെഴുതുക. എന്നാൽ നമുക്ക് നോക്കാംലേ. ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ ഥാ. ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. ശരിയാണ്. നാനാനെ നിമ്മി കോ ഡാണ്ട. നാന നിമ്മിയെ വഴക്കു പറഞ്ഞു. ഏതാണ്? തെറ്റാണ്. ബർത്ത്ഡേ കാർഡ് പർ ഷേർ ലിഖാ ഥാ. ബർത്ത്ഡേ കാർഡിൽ ഷേർ എഴുതിയിരുന്നു. ശരിയാണ്. നിമ്മീനെ നാനാക്കോ കാർഡ് ദിഖായ. നിമ്മി നാനയെ കാർഡ് കാണിച്ചു. തെറ്റാണ്. വിനോദ് അങ്കിൾ ने നിമ്മി കോ കിലോന ദിയ. വിനോദ് അങ്കിൾ നിമ്മിക്ക് കളിപ്പാട്ടം നൽകി. തെറ്റാണ്. മഹാനോം കി യാദ് ഹമേശ രഖി ജാത്തി ഹെ. മഹത്തുക്കളുടെ ഓർമ്മ എപ്പോഴും നിലനിൽക്കുന്നു. ശരിയാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. സഹി മിലാൻ കർക്കെ വാക്യ ബനായം. ശരിയായ രീതിയിൽ യോജിപ്പിച്ച് വാക്യമുണ്ടാക്കുക. ഇവിടെ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ യോജിപ്പിക്കുക. വാക്യങ്ങളുണ്ടാക്കി ഞാനിവിടെ എഴുതുന്നു. മിർസ ഗാലിബ് ഉർദു കെ ഷായർ ഥേ. മിർസ ഗാലിബ് ഉർദു കവിയായിരുന്നു. ദുനിയ ഹമേം ഹമേശ യാദ് രഖേം. ലോകം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കട്ടെ. ഷേർ മേം ദോ ദോ ലൈൻസ് ഹോത്തി ഹൈം. കവിതയുടെ വരികളിൽ രണ്ടോ വരികളുണ്ടാകും. ഹസാരോം സാൽ കൗൺ ജീത്താ ഹെ. 1000 വർഷം ആരാണ് ജീവിക്കുക? അടുത്ത ആക്ടിവിറ്റി നോക്കാം. बर्थडे कार्ड की विशेषताओं पर निम्मी और सहेली रीना के बीच होने वाली बातचीत तैयार करें. ബർത്ത്ഡേ കാർഡിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നിമ്മിയും കൂട്ടുകാരി റീനയും തമ്മിൽ നടക്കുന്ന സംഭാഷണം തയ്യാറാക്കുക. ഉത്തരം, നിമ്മി, തുമ്നെ നാനാ കോ മിലാ കാർഡ് ദേഖാ ക്യാ? നിമ്മി, हाँ रीना, वो विनोद अंकल ने दिया था. वो बहुत सुंदर था. रीना, उसके अंदर क्या लिखा था? निम्मी, उस पर लिखा था, तुम जियो हजारों साल. रीना, वाह, ये तो एक शेर है. निम्मी, हाँ, नाना ने बताया कि ये गालिब जैसे बड़े शायरों की तरह लिखा गया है. रीना, अच्छा, वो कार्ड सचमुच खास था. അർത്ഥം ഞാൻ വായിക്കാം. റീന, നിമ്മി, ഞാനുവിന് കിട്ടിയ കാർഡ് നീ കണ്ടോ? നിമ്മി, അതെ റീന, വിനോദ് അങ്കിൾ കൊടുത്തതാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. റീന, കാർഡിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നിമ്മി, അതിൽ തും ജിയോ ഹസാരോം സാൽ എന്ന് എഴുതിയിട്ടുണ്ട്. റീന, ഓഹോ, അതൊരു ഷേർ, അതായത് കവിതയുടെ വരി അല്ലേ? നിമ്മി, അതെ, നാന പറഞ്ഞോ അത് മിർസ ഗാലിബിനെ പോലെയുള്ള വലിയ കവികളുടെ രീതിയാണെന്ന്. റീന, വളരെ രസകരമായ കാർഡ്. കൂട്ടുകാരെ, ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.